പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കെ.ടി. ജലീൽ എന്ന പേരിലുള്ള ഇടതുപക്ഷ സ്വതന്ത്ര എം.എൽ.എ അയാളുടെ എം.എൽ.എ സ്ഥാനം ഉടനടി റദ്ദാക്കണം എന്നാവശ്യപ്പെടാനും അയാൾക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെടാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇയാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇയാളെന്തോ വലിയ സംഭവമാണ് എന്നാണ് ഇയാളുടെ ധാരണ. ഒന്നുമല്ല, ഒരു നിലപാടുമില്ലാത്ത ഈ പറഞ്ഞതുപോലെ ഒരു മതതീവ്രവാദ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന, ഇപ്പോഴും തന്നെയാണ് ചെയ്യുന്നത്, ഒരു നേതാവാണ് ഇയാൾ എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അയാളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? അയാൾ ആദ്യം മുസ്ലിം ലീഗിലായിരുന്നു, അതിന് മുമ്പ് ഒരു സിമിയുടെ പ്രവർത്തകനായിരുന്നു. 2016 മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമാൻ P.K. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇടതുപക്ഷ സ്വതന്ത്രനായി ആയിട്ടാണ് കെ.ടി. ജലീൽ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ 8000 വോട്ടുകൾക്ക് കുറ്റിപ്പുറത്തുനിന്ന് കെ.ടി. ജലീൽ എന്ന് ജയിച്ചു. അങ്ങനെയാണ് കെ.ടി. ജലീൽ എന്ന് പറഞ്ഞ ഈ ഒരു രാഷ്ട്രീയ ജീവി, ആ ജീവിയുടെ ഈ പറഞ്ഞ പോലെ ജന്മം അവിടുന്നാണ്. എങ്ങനെയാണ് 2016 കെ.ടി. ജലീൽ ജയിച്ചത്? PS അച്യുതാനന്ദൻ P.K. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിവിട്ട ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ട്, ഐസ്ക്രീം പാർലർ കേസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളന്ന് അവിടെ ജയിച്ചത്. അതിനുശേഷം അയാൾ വീണ്ടും 2011 മത്സരിച്ചു, 2016 മത്സരിച്ചു, 2021 മത്സരിച്ചു. അയാൾ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായി, പിണറായി വിജയൻ്റെ പ്രധാനപ്പെട്ട ആളായി. അയാൾ വിദ്യാഭ്യാസ മന്ത്രിയായി. അവസാനം അയാൾ മന്ത്രിസ്ഥാനം തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത്. രാഷ്ട്രീയമായി നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരാളായിരുന്നു. പക്ഷേ അയാൾ വളരെ സുസംഘടിതമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു നിലപാടെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു തീവ്രവാദ വിഭാഗത്തിൻ്റെ താല്പര്യമാണ് അയാൾ ഇതുവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. കാശ്മീരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അയാൾ ഇറക്കിയിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ വിവാദമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അയാൾ BJP എന്ന് പറയുന്ന ആ വർഗീയ പാർട്ടി പോലും ഉയർത്താൻ മടിക്കുന്ന, നാണിക്കുന്ന അത്ര ഭീകരമായിട്ടുള്ള ഒരു സംഘപരിവാര രാഷ്ട്രീയവും എടുത്തുകൊണ്ട് അയാൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അയാൾ ഇതുവരെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളിലെ ഒരു തീവ്രവാദ വിഭാഗം ഉയർത്തുന്ന വാദഗതികൾക്കൊപ്പം നിന്ന ഒരാളായിരുന്നുവെങ്കിൽ അയാൾ ഒരു സുപ്രഭാതത്തിൽ, അത് വളരെ അത്ഭുതകരമാണ്, ആരാണ് അയാൾക്ക് ആ മരുന്ന് കൊടുത്തത് എന്നെനിക്കറിയില്ല, അയാളൊരു സുപ്രഭാതത്തിൽ അയാളുടെ നിലപാട് മാറ്റുകയും മുസ്ലിം സമുദായത്തെക്കുറിച്ച്, മുസ്ലിം ജനസമൂഹത്തെക്കുറിച്ച് BJP എന്ത് വാദഗതിയാണോ ഉയർത്തുന്നത്, അല്ലെങ്കിൽ BJP ഉയർത്താൻ പോലും മടിക്കുന്ന വാദഗതി ഉയർത്തിക്കൊണ്ട് അയാൾ രംഗത്ത് വന്നിരിക്കുന്നു. അയാൾ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, മലപ്പുറത്തെക്കുറിച്ച് അയാൾ നടത്തുന്ന പരാമർശമാണ്. ആ പരാമർശം യഥാർത്ഥത്തിൽ BJP സംഘപരിവാരങ്ങൾ ഉയർത്തുന്ന വാദങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവർ പോലും ഉയർത്താത്തതിനപ്പുറത്തേക്ക് അയാൾ പോയിരിക്കുന്നു. സംഘപരിവാരത്തിന് അയാൾ വലിയൊരു വജ്രായുധം കൊണ്ടുപോയി നൽകിയിരിക്കുന്നു. അതിൻ്റെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം സംഘപരിവാരത്തിനെതിരെയൊക്കെ വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു തന്ന ഒരാളാണ് ഇപ്പോൾ സംഘപരിവാരത്തിന് ഈ പറഞ്ഞ പോലത്തെ വാദഗതി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും മുസ്ലിം നാമധാരികളാണ്. അതാണ് അയാളുടെ ഒരു വാദം. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ്? എന്നിട്ട് അയാൾ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയും മതനിഷിദ്ധമാണ് എന്ന ഒരു ധാരണ മുസ്ലിങ്ങൾക്കില്ല എന്നും അതുണ്ടാക്കി കൊടുക്കാൻ പാണക്കാട് സാദത്ത് അലി തങ്ങൾ എന്ന് പറയുന്ന ഖാസി ശ്രമിക്കണമെന്നും ആണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കാണുന്നു. ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയനും ഒപ്പം തന്നെ സംഘപരിവാരങ്ങളുമൊക്കെ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞിരുന്ന ആ വാദഗതി കുറച്ചുകൂടി ശക്തവും തീക്ഷ്ണവും തീവ്രവുമായി ഈ കെ.ടി. ജലീൽ എന്ന് പറയുന്ന ഇയാൾ ഈ MLA പറഞ്ഞിരിക്കുകയാണ്. അയാൾ എത്ര വിസ്ഫോടനകരമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിം നാമധാരികളാണ് ഇത് ചെയ്യുന്നത്, അവർക്കിത് നിഷിദ്ധമല്ല. ഇനി മുസ്ലിം നാമധാരികളാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ എന്ന് പറഞ്ഞാൽ വെറും കാരിയർമാർ മാത്രമല്ലേ? അതിൻ്റെ പുറകിൽ നിൽക്കുന്ന വൻശക്തികൾ വേറെ ആളുകളല്ലേ? അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഇതിലൂടെ അയാൾ ചെയ്തിരിക്കുന്നത് എന്താണ്? മലപ്പുറം ജില്ലയെ കള്ളക്കടത്തിൻ്റെയും ഹവാലയുടെയും ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇതുതന്നെയല്ലേ സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുതന്നെയല്ലേ RSSും BJPയും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ലേ? എന്നു മാത്രമല്ല, കള്ളക്കടത്തും ഹവാലയും ഒന്നും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മതനിഷിദ്ധമല്ല എന്ന് കൂടി അയാൾ പറയുന്നു. അത് BJP RSS പോലും പറയാത്ത വാദഗതിയാണ്. അവർ പറയുന്നത് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് കള്ളക്കടത്തും പിന്നെ ഈ പറയുന്ന ഹവാല എന്നൊക്കെ പറയുമെങ്കിൽ അത് മുസ്ലിം ജനസാമാന്യത്തിന് മതനിഷിദ്ധമല്ല എന്ന് പോലും KT ജലീലിനെ കുറിച്ച് പോലെയുള്ള ഒരാൾ ഒരു MLA പറയുമ്പോൾ അയാൾ BJPയും സംഘപരിവാരങ്ങൾ പോലും പറയാത്ത വാദഗതി പറഞ്ഞ് മുസ്ലിം ജനസാമാന്യത്തെ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയാണെന്ന് നമ്മൾ കണക്കിലാക്കണ്ടേ സുഹൃത്തുക്കളെ? അതിനി BJPക്ക് വലിയൊരു വജ്രായുധമാകാൻ പോവുകയില്ലേ? അവർ ഇനിയും ലോക്സഭയിലൊക്കെ തന്നെ അവർ അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ പ്രചാരമായിട്ട് അത് എടുക്കാൻ പോവുകയില്ലേ? എടുത്തിട്ട് അവരെന്താ പറയാൻ പോകുന്നത്? അവർ പറയാൻ പോകുന്നത് ആ കേരളത്തിലെ മുസ്ലിം നാമധാരിയായിട്ടുള്ളൊരു ഇടതുപക്ഷ സ്വതന്ത്ര MLA ആണ് പറയുന്നത്, ഇത് ഞങ്ങൾ പറഞ്ഞതിൻ്റെ സാധൂകരണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാൻ പോവുകയല്ലേ? അപ്പോൾ ഈ സംഘപരിവാര ശക്തികൾക്കും വർഗീയ ശക്തികൾക്കും ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികൾക്കും ഈ പിന്നെ KT ജലീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇടതുപക്ഷ MLA കൊടുത്തിരിക്കുന്ന ഒരു വജ്രായുധമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇതിൻ്റെ പുറകിൽ പിണറായി വിജയനാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അയാൾ പറയുന്നത് എന്താ? അത് കേരളത്തിലെ ഭരണ പാർട്ടിയായിട്ടുള്ള CPMൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ അയാൾ എഴുതിയ ദേശാഭിമാന വാരാന്ത പതിപ്പിൽ അയാളുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താ? അയാൾ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയും മതനിഷിദ്ധമാണ് എന്നൊരു പ്രസ്താവന നൂറുകണക്കിന് പള്ളികളുടെ ഖാസിയായ പാണക്കാട് ശിഹാബ് അലി തങ്ങൾ പുറപ്പെടുവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എത്ര ഈ പറഞ്ഞതുപോലെ വർഗീയമായി വിജൃംഭിതമായ ഒരു പ്രസ്താവനയാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തും ഹവാലയും ഒന്നും മുസ്ലിങ്ങൾക്ക് മതനിഷിദ്ധമല്ല എന്നവർ വിശ്വസിക്കുന്നു. അയാൾ പറയുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, പാണക്കാട് സാദിഖ് അലി തങ്ങൾ പള്ളികളുടെ ഖാസിയാണ്, അയാൾ എന്തുകൊണ്ട് ഇതൊന്നും മതനിഷിദ്ധമാണ് എന്ന് മുസ്ലിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പാണക്കാട് സാദിഖ് അലി തങ്ങളും ഈ കള്ളക്കടത്തും ഹവാലയും ഒന്നും മതനിഷിദ്ധമായി കാണുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ മുസ്ലിങ്ങൾക്കത് മതനിഷിദ്ധമല്ല എന്നുള്ള ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള പ്രസ്താവന അയാൾ നടത്തുന്നു. രണ്ട്, നൂറുകണക്കിന് പള്ളികളുടെ ഖാസിയായിട്ടുള്ള സാദിഖ് അലി പാണക്കാട് സാദിഖ് അലി തങ്ങൾ പോലും ഇത് തെറ്റുകുറ്റമായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളും ഈ കള്ളക്കടത്തിനെയും ഹവാലയും എല്ലാം ന്യായീകരിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. എത്ര പിന്തിരിപ്പനും പ്രതിലോമകരവുമാണ് ഈ പ്രസ്താവന എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഇനി അയാളുടെ രണ്ടാം ഭാഗം എന്താ? രണ്ടാം ഭാഗം അയാൾ പറയുന്നത് മതപരമായി ഒരു നിലപാട് മുസ്ലിം സമുദായത്തിലെ മതാചാര്യന്മാർ ഇറക്കണം എന്നാണ് അയാൾ പറയുന്നത്. കള്ളക്കടത്തും ഈ ഹവാലയും ഒക്കെ ചെയ്യുന്നത് സംബന്ധിച്ച് അത് ചെയ്യരുതെന്ന് മതാധിഷ്ഠിതമായി പറയുകയാണ് ചെയ്യേണ്ടത് എന്ന് അയാൾ പറയുമ്പോൾ അയാൾ വെല്ലുവിളിക്കുന്നത് രാജ്യത്തെ ഭരണഘടനയെയും ക്രിമിനൽ നിയമങ്ങളെയും അല്ലേ സുഹൃത്തുക്കളെ? കാരണം മുസ്ലിങ്ങൾ കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടത്തിയാൽ അത് തടയേണ്ടത് ഈ രാജ്യത്തെ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളുമാണെന്നിരിക്കെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ഒരു MLA പറയുകയാണ് ആ തെറ്റുകുറ്റങ്ങൾ മുസ്ലിം സമുദായങ്ങൾ ചെയ്താൽ മതപരമായിട്ടാണ് അതിനെ എതിർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അയാൾ ഭരണഘടനയ്ക്കും ക്രിമിനൽ നിയമങ്ങൾക്കും മുകളിൽ മതപരമായിട്ടുള്ള ഫത്വകളെ സ്ഥാപിക്കുകയല്ലേ അയാൾ ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഇന്ത്യയുടെ ഭരണഘടനയെയും ക്രിമിനൽ നിയമങ്ങളെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നല്ലേ പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത അയാൾ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയല്ലേ? അയാൾക്ക് ഒരു മിനിറ്റെങ്കിലും MLA ആയി തുടരാനുള്ള അവകാശാധികാരമുണ്ടോ സുഹൃത്തുക്കൾ? എന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് മാത്രമല്ല, ഒരു ഒരു ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ഹവാല ഇടപാടുകളുടെയും കാരണക്കാരാക്കി മാറ്റി അയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കണ്ടേ സുഹൃത്തുക്കളെ? 180B എന്നുള്ള വകുപ്പ് 396 വകുപ്പുകൾ പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? അതുകൊണ്ട് ഈ ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയിട്ടുള്ള ഈ KT ജലീൽ ഏറ്റവും പ്രതിലോമകരവും ഈ പറഞ്ഞതുപോലെ വർഗീയവുമായിട്ടുള്ള പ്രസ്താവനയാണ് അയാൾ നടത്തിയിരിക്കുന്നത്. അയാൾ ഭരണഘടനയെയും ക്രിമിനൽ നിയമങ്ങളെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് അയാളുടെ MLA സ്ഥാനം റദ്ദാക്കുകയും അയാൾക്കെതിരെ കേസെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ CPM-നും കോൺഗ്രസും പോലെയുള്ള പാർട്ടികൾക്ക് ഇയാൾ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്നറിയാൻ കൂടി ജനങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്.